നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈസ്റ്റർ ദിനത്തിൽ കർദിനാൾ മാർ ആലഞ്ചേരിയെ സന്ദർശിച്ച് ആശംസകൾ നേർന്ന് രാജീവ് ചന്ദ്രശേഖർ. പാളയം ലൂർദ് ഫെറോന പള്ളിയിലെത്തിയാണ് അദ്ദേഹം ആലഞ്ചേരിയെ കണ്ടത്. അനൌദ്യോഗിക കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് കർദിനാൾ മാർ ആലഞ്ചേരി പറഞ്ഞു. ഈസ്റ്റർ ദിനത്തിൽ മുനമ്പം വിഷയത്തിലും രാജീവ് ചന്ദ്രശേഖർ പ്രതികരണം നടത്തി. മുനമ്പം വിഷയം ആരാണ് പരിഹരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. കിരൺ റിജിജു പറഞ്ഞത് സദുദ്ദേശത്തോടെയാണ് ഞാൻ കാണുന്നത്. കാര്യങ്ങൾ ഇവിടെ മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. 35 കൊല്ലം കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ എന്താണ് ചെയ്തത്? വഖഫ് ബിൽ നടപ്പിലാകുമ്പോൾ മുനമ്പ് പ്രശ്നത്തിലും പരിഹാരമുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. സ്ഥിരം കുറ്റവാളികളെന്ന് പോലീസ്. 9.5 കിലോ കഞ്ചാവുമായി യുവതി ഉൾപ്പെടെ 2 പേർ അങ്കമാലിയിൽ പോലീസിന്റെ പിടിയിലായി. ഒഡീഷ സ്വദേശികളായ റിങ്കുദികൾ, ശാലിനി എന്നിവരാണ് പിടിയിലായത്. സ്ഥിരം കുറ്റവാളികളാണെന്നും കഞ്ചാവ് സ്ഥിരം കടത്തുന്നവരാണിവരെന്നുമാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതിനിടെ തൃശൂർ പാവറട്ടിയിൽ കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയ യുവാവിനെ പാവറട്ടി പോലീസ് പിടികൂടി. അരീക്കര വീട്ടിൽ പ്രദീപിനെയാണ് പാവറട്ടി SHO അനുരാജിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കടവല്ലൂരിൽ റെയിൽവേ ക്രോസിന് സമീപത്ത് കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ വിൽപ്പനയ്ക്കായി കഞ്ചാവ് കൈവശം വെച്ച് വിൽപ്പന നടത്തിവരുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. CPM നേതാക്കളുടെ മക്കളെ മർദ്ദിച്ച സംഭവം. പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനും സ്ഥലമാറ്റവും. എരമംഗലം പുഴക്കരയിൽ പോലീസ് അതിക്രമത്തിൽ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഇതുകൂടാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയും ചെയ്തു. പെരുമ്പടപ്പ് പോലീസിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാൻസോമൻ, സിവിൽ പോലീസ് ഓഫീസർ U ഉമേഷ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സിവിൽ പോലീസ് ഓഫീസർ J ജോജോയെ കോട്ടക്കലിലേക്ക് സ്ഥലം മാറ്റി. സംഭവത്തിൽ CPM നേതൃത്വം പോലീസുകാർക്കെതിരെ മുഖ്യമന്ത്രി അടക്കം പരാതി നൽകിയിരുന്നു. ഉത്സവത്തിനിടെ ഉണ്ടായ സംഭവത്തിന്റെ പേരിലായിരുന്നു പോലീസ് നരനായട്ടെന്ന് CPM ആരോപിക്കുന്നത്. CPM നേതാക്കളുടെ മക്കളായ വിദ്യാർത്ഥികളെ വീട്ടിൽ കയറി വലിച്ചിറക്കിക്കൊണ്ടുപോയി പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം. കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ ചേറ്റൂരിന്റെ കുടുംബത്തെ സന്ദർശിച്ച സുരേഷ് ഗോപി. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പാലക്കാട്ടെ വീട്ടിലെത്തി സുരേഷ് ഗോപിയുടെ സന്ദർശനം. ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായ ഏക മലയാളിയാണ്. അടുത്തിടെ ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിക്കുന്നതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും ചേറ്റൂരിനെ അനുസ്മരിച്ചിരുന്നു. ഇതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനമുണ്ടായത്. ഒറ്റപ്പാലത്ത് ചേറ്റൂരിന് സ്മാരകം നിർമ്മിക്കാൻ സഹായിക്കുമെന്ന് സന്ദർശനത്തിന് ശേഷം സുരേഷ് ഗോപി പറഞ്ഞു. കണ്ണൂർ ക്ഷേത്രോത്സവത്തിൽ ചെഗ്വേരയുടെ കൊടിയും വിപ്ലവഗാനവും. കണ്ണൂർ കല്ലിക്കണ്ടി കാവക്കുന്നത്ത് മയിലോം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ചെഗ്വേരയുടെ കൊടിയും വിപ്ലവഗാനവും. ഉത്സവത്തിന്റെ ഭാഗമായ ഘോഷയാത്രയ്ക്കിടെ CPM പ്രവർത്തകരാണ് ചെഗ്വേരയുടെ ചിത്രമുള്ള കൊടി ഉയർത്തിയത്. നേരത്തെ സമാനമായ രീതിയിൽ കടക്കലിലും കോട്ടക്കലിലും പിന്നീട് കൊല്ലത്തും ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ കൊടിയും വിപ്ലവഗാനങ്ങളും ഗണഗീതവുമെല്ലാം ഉയർന്നിരുന്നു. അതിന്റെ എല്ലാം പേരിൽ കേസുകൾ നിലനിൽക്കുകയാണിപ്പോൾ. കണ്ണൂരിലും CPM പ്രവർത്തകരാണ് ചെഗ്വേരയുടെ ചിത്രമുള്ള കൊടി ഉയർത്തിയിരിക്കുന്നത്.